ഹായ് ഹലോ. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കമൻറ്റ് ചെയ്ത് കണ്ടു. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ കാണിച്ച ഞങ്ങളുടെ ആ മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഗൈസ്. വെൽക്കം ടു മറ്റൊരു വീഡിയോ. നേരത്തെ പറഞ്ഞ ആ പെരുമാച്ചി മഴയൊക്കെ മാറിയിട്ടോ. ഇവിടെ മൊത്തം ആകെ ഒരു ചാറ്റൽ മഴയാണ്. ബട്ട് ഗൈസ് തണുപ്പ് പല്ലൊക്കെ അങ്ങ് കൂട്ടിയിരിക്കുകയാണ്. അപ്പം തണുപ്പെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടാവില്ലേ? നിങ്ങൾ പലരും പറഞ്ഞ പോലെ തന്നെ അതെ ഗൈസ്, ഊട്ടി ക്യൂൻ ഓഫ് ഹിൽസ്. കറക്റ്റ് പറഞ്ഞവർക്കൊക്കെ ഒരു ഹാപ്പി ആയില്ലേ? ഞാനും ഹാപ്പി, നിങ്ങളും ഹാപ്പി. പിന്നെ പറഞ്ഞ ആ സ്പെഷ്യൽ ഡേ സാഗറിൻ്റെ ബർത്ത്ഡേ. സോ ആദ്യം തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കേക്ക് വാങ്ങാൻ പോയി. അവൻ അറിയാതെ എന്തായാലും പറ്റില്ല, ബിക്കോസ് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അവിടെ ഡെലിവറി ഇല്ല. കാരണം ചോദിച്ചപ്പോഴാണ് ആ നഗ്നസത്യം ഞങ്ങൾ പറയുന്നത്. ഊട്ടിയിലും റെഡ് അലേർട്ടാണ് ഗൈസ്, എവിടെ പോയാലും ഇത് തന്നെ അവസ്ഥ. എന്നിട്ട് ഹോട്ടൽ ചേട്ടൻ്റെ വക ഒരു ഡയലോഗും, അധികം ദൂരേക്കൊന്നും പോകണ്ട, മഴയാണെങ്കിൽ തിരിച്ചു വരാൻ പറ്റൂല എന്നും. അതുകൊണ്ട് തന്നെ കേക്ക് വാങ്ങി ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ കയറി. കണ്ടത്തിൽ വെച്ചൊരു ഭംഗിയുള്ളൊരു കടയിൽ തന്നെ ഞങ്ങൾ കയറി. അപ്പോഴാണ് കടയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. പൊറോട്ട, നാൻ, പിന്നെ ചില്ലി ചിക്കൻ. ബട്ട് സാധനം കട പോലെ തന്നെ കൊള്ളാം. ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി കുറച്ച് എഡിറ്റിങ്ങും കുറച്ച് ഫോട്ടോസിൻ്റെ പോസ്റ്റഡിലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് മിനിറ്റിലൊരു ഡെക്കറേഷൻ ചെയ്തു. അപ്പോൾ അവനെ നൈസായിട്ടൊന്ന് മാറ്റിട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ടാവും രണ്ടുപേരല്ലേ ഉള്ളൂ, വേറെ ആരുമില്ലല്ലോ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരുണ്ടാകുമ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. എൻ്റെ കുട്ടി ഡെക്കറേഷൻ എങ്ങനെയുണ്ട് ഗൈസ്? പെട്ടി പാക്ക് ചെയ്തവനാണ്. അപ്പോൾ ഇതൊന്നും കണ്ടില്ലല്ലോ എന്നാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതത് തന്നെ, ആ കടയിൽ കണ്ട പൂ. ഞാൻ പറഞ്ഞില്ലേ അവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്ന്. അപ്പം നൈസായിട്ട് ഞാൻ ഒരു പൂ ചോദിച്ചു. എനിക്കൊരു പൂക്കാലം തന്നെ തന്നു. പണ്ട് മണാലി പോയപ്പോൾ വാങ്ങിയ ഈ സോക്സ് എടുത്ത് വെച്ചാണ് ഞാൻ ഈ ട്രിപ്പിൽ ചെയ്ത ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് ആ തണുപ്പ് അനുഭവിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു ഗൈസ്. പിന്നെ പോസ്റ്റ് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഞാൻ അവനെ അങ്ങോട്ട് ഏൽപ്പിച്ചു നൈസായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള തിരക്കായിരുന്നു. അപ്പോൾ ബാക്കി ഊട്ടി വീഡിയോസ് നാളെ കാണാം. ബൈ ബൈ.